ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം, വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് 3 സ്റ്റേജ് ആയിട്ട് നമ്മൾ തിരിച്ചിരുന്നു: പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, എമർജൻസി സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അതിൽ തന്നെ നമ്മൾ ആദ്യം പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിനെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ വരുന്ന 4 പോയിൻ്റ് ആയിരുന്നു: പ്രിപ്പയറിംഗ് ഹസാർഡ് സോണേഷൻ മാപ്സ്, ദെൻ പ്രിപ്പയറിംഗ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ, ദെൻ ലാൻഡ് യൂസ് സോണിംഗ്, ദെൻ പ്രിപ്പയർനെസ് ത്രൂ IEC. ഓക്കെ, അതിൽ നമ്മൾ പ്രിപ്പയറിംഗ് ഹസാർഡ് സോണേഷൻ മാപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രിപ്പയറിംഗ് ഹസാർഡ് സോണേഷൻ മാപ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയറിംഗ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ നോട്ടിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ എഴുതാനുള്ളതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ്, അതായത് ഈ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവണമെന്നാണ്. ഇറ്റ് കണ്ടെയ്ൻസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റേഴ്സ്. അതൊരു ഡിസാസ്റ്ററിന് മുന്നേ, പിന്നെ അത് നടക്കുമ്പോൾ, പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട മെഷേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ അത് അതിലുണ്ടാവണം, ആ പ്ലാനിലുണ്ടാവണം. It contains an inventory of which materials are available where and with whom. അതായത് ഇൻവെൻട്രി എന്ന് പറഞ്ഞ സാധന സാമഗ്രികൾ എന്ന് പറയുന്നത്, അതായത് വിച്ച് മെറ്റീരിയൽസ്, അതായത് ഇതിനാവശ്യമുള്ള ഏതൊക്കെ സാധനങ്ങൾ ആരുടെയൊക്കെ കയ്യിൽ എവിടെ നിന്നൊക്കെ കിട്ടുന്നുള്ള അറിവ് അതിലുണ്ടാവണം. ഓക്കെ, ആ പ്ലാനിലുണ്ടാവണം. അതായത് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഗീവ്സ് ലൊക്കേഷൻ ഓഫ് ടെമ്പററി ഷെൽട്ടേഴ്സ്. താൽക്കാലികമായി എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് വസിക്കാനുള്ള ഒരു സ്ഥലം കിട്ടണം അല്ലേ. അപ്പം ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടില്ലേ നമ്മൾ, സ്കൂളുകളൊക്കെ ഫ്ലഡ് ഉണ്ടാവുന്നതിന് മുന്നേ എന്ത് ചെയ്യും, സ്കൂളുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്കൂളിൽ ഷെൽട്ടർ ഒരുക്കും അല്ലേ. അതാണെന്ത്, ഇറ്റ് ഗീവ്സ് ലൊക്കേഷൻ ഓഫ് ടെമ്പററി ഷെൽട്ടേഴ്സ്. ഇറ്റ് ഗീവ്സ് ദ ഗൈഡ് ലൈൻസ് അബൌട്ട് സോഷ്യൽ വർക്കേഴ്സ്, ഇൻ്റർനാഷണൽ ഏജൻസീസ്, NGOs. പിന്നെന്താണ് ഗൈഡ് ലൈൻസ്, ആരൊക്കെ കുറിച്ചുള്ള സോഷ്യൽ വർക്കേഴ്സിൻ്റെ കുറിച്ച്, പിന്നെ ഇൻ്റർനാഷണൽ ഏജൻസീസ്, പിന്നെ NGOs എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. പക്ഷേ ഈ സോഷ്യൽ വർക്കുകളിലൊക്കെ ഉണ്ടാവുന്ന സംഘടനകൾ NGOs. അതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ. ഇറ്റ് കണ്ടെയ്ൻസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻവെൻട്രി ഓഫ് വിച്ച് മെറ്റീരിയൽസ് ആർ അവൈലബിൾ വേർ ആൻഡ് വിത്ത് ഹോം. ഇറ്റ് ഗീവ്സ് ലൊക്കേഷൻ ഓഫ് ടെമ്പററി ഷെൽട്ടേഴ്സ്. It gives the guidelines about social workers, international agencies, NGOs. അത്രയാണ് എന്താ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാനിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, മനസ്സിലാവാനൊന്നുമില്ല, ഓക്കെ, ഒന്ന് വായിച്ചാൽ തന്നെ കിട്ടും നമുക്ക് ഏതൊക്കെ മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം, പിന്നെ ഏതൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആവും, പിന്നെ ടെമ്പററി ഷെൽട്ടേഴ്സിൻ്റെ ലൊക്കേഷൻ, പിന്നെ സോഷ്യൽ വർക്കേഴ്സ്, ഇൻ്റർനാഷണൽ ഏജൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇതൊക്കെയാണ് പ്രിപ്പയർനെസ് പ്ലാനിൽ വരുന്നത്. ദെൻ ലാൻഡ് യൂസ് സോണിങ്. ലാൻഡ് എങ്ങനെ തരംതിരിച്ചു, അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് ആദ്യം തന്നെ ചെയ്യും. നമ്മൾ ഇൻഡസ്ട്രിയൽ സോണാണ്, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സോണാണ്, അഗ്രികൾച്ചറൽ സോണാണ്. അഗ്രികൾച്ചറൽ സോണാണെങ്കിൽ അവിടെ വേറൊന്നും നിർമ്മിക്കാനൊന്നും പാടില്ല അല്ലേ. ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് ലാൻഡ് ഇൻ ടു ഇൻഡസ്ട്രിയൽ സോൺ, റെസിഡൻഷ്യൽ സോൺ, അഗ്രികൾച്ചറൽ സോൺ. Zoning is also done according to the perceived risk of disasters on the basis of vulnerability. അപ്പോൾ എങ്ങനെയാണ് ഈ സോണിങ് നടത്തുന്നത്? റിസ്ക് ഓഫ് ഡിസാസ്റ്ററിനെ പെർസീവ്ഡ്, അതായത് മനസ്സിലാക്കുന്ന, ടു ദ പെർസീവ്ഡ് റിസ്ക് ഓഫ് ഡിസാസ്റ്റേഴ്സ്, മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഡിസാസ്റ്റർ റിസ്ക് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് പെർസീവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് വൾണറബിലിറ്റി. അപ്പോൾ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സാധ്യത കൂടുതലുള്ള മേഖലകളിൽ ആ ഡിസാസ്റ്ററിന്, ഇപ്പം മണ്ണൊലിപ്പിന് സാധ്യതയുള്ള മേഖലയിൽ നമ്മൾ എന്ത് പറയും, കൂടുതൽ വൾണറബിളാന്ന് പറയും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോണിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ മണ്ണൊലിപ്പ് അല്ലെങ്കിൽ മലഞ്ചെരുവിൽ എന്താ കൊടുക്കില്ല, ഇൻഡസ്ട്രിയൽ സോൺ കൊടുക്കില്ല, റെസിഡൻഷ്യൽ സോണൊന്നും കൊടുക്കില്ല.
പക്ഷേ ചിലപ്പോൾ എന്താവും അഗ്രികൾച്ചറൽ ഏരിയയാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ തരംതിരിക്കുന്നതാണ് എന്ത് ലാൻഡ് യൂസ് സോണിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പ്രിപ്പയർനെസ് ത്രൂ IEC. ഇതൊക്കെ നമ്മൾ പറയുന്നത് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിലാണ്, അതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. IEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ, I എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ, E ഫോർ എഡ്യൂക്കേഷൻ, C ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ വഴി നടത്തുന്ന പ്രിപ്പയർനെസ്. അതിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ബേസിക് നോളജ് ടു ദ കമ്മ്യൂണിറ്റി സോ ആസ് ടു ഇൻക്രീസ് ദെയർ അവയർനെസ്. ജനങ്ങളുടെ അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ബേസിക് നോളജിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫർമേഷൻ. ഇനി എഡ്യൂക്കേഷൻ എന്താ നോക്കാം. എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ്റെ കുറച്ച് മേലെ വരുന്നതാണ്. അതായത് അവയർനെസ് മാത്രമല്ല, ഇറ്റ് എയിംസ് അറ്റ് ആൻ അവേക്കനിങ് ഓഫ് ദ പീപ്പിൾ റാദർ ദാൻ ജസ്റ്റ് അവയർനെസ്. അപ്പോൾ ഈ അവയർനെസ് കൊടുത്താലും ജനങ്ങൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് അതിൻ്റെ വിപത്തിനെ കുറിച്ചും അല്ലെങ്കിൽ മുന്നേ നടന്ന സംഭവങ്ങളെയൊക്കെ കുറിച്ച് മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരിക്കുന്ന എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് എയിം, ഏതിൻ്റെ, എഡ്യൂക്കേഷൻ്റെ. എഡ്യൂക്കേഷൻ കൺവേസ് ടു ദ പീപ്പിൾ ആൻ ഐഡിയ ഓഫ് ദ മെക്കാനിസം ഓഫ് ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഈ ഡിസാസ്റ്റർ നടക്കുന്ന മെക്കാനിസം, അതായത് എങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ ചിലർ പറയും അതൊന്നും ഉണ്ടായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനിങ്ങനെ പിന്തിരിപ്പിക്കൂലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ജനങ്ങൾ എന്ത് ചെയ്യുക, കൺവേസ് എന്ന് പറഞ്ഞാൽ അറിയിക്കുക. ആ നടക്കുന്ന മെക്കാനിസത്തിനെ കുറിച്ച് അതിൻ്റെ ഐഡിയ മൊത്തം മനസ്സിലാക്കി കൊടുക്കുക. ഇറ്റ് ടെൽസ് ദം വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടാത്തതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊക്കെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. ഇറ്റ് ടെൽസ് ദം ഹൗ ടു മാനേജ് സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതൊക്കെ എന്താണ്, എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഓർ മോർ ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസ്. ഒരു ഗ്രൂപ്പുകൾ തമ്മിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലോ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, കമ്മ്യൂണിക്കേഷൻ. ഇൻഫർമേഷൻ മേ ബി, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഇൻഫർമേഷനിൽ എന്തൊക്കെ ആവാം, റിസ്ക് ഓഫ് ഡിസാസ്റ്ററിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ടു ബി ടേക്കൺ, അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാവാം, അതൊക്കെ ആയിരിക്കും എന്ത്, കമ്മ്യൂണിക്കേഷനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്. ഓക്കെ, അത്രയും ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യത്തെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ അല്ലേ. ഇറ്റ് കണ്ടെയ്ൻസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ. പിന്നെ ആസ് കണ്ടെയ്ൻസ് ആൻ ഇൻവെൻറ്ററി ഓഫ് വിച്ച് മെറ്റീരിയൽസ്, ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടും അതൊക്കെ നോക്കുക. ദെൻ ഇറ്റ് ഗീവ്സ് ലൊക്കേഷൻ ഓഫ് ടെമ്പററി ഷെൽറ്റേഴ്സ്. പിന്നെ ഗൈഡ് ലൈൻസ് അബൌട്ട് സോഷ്യൽ വർക്കേഴ്സ്, ഇൻ്റർനാഷണൽ ഏജൻസി, NGOസിനെ കുറിച്ചൊക്കെ ഗൈഡ് ലൈൻസ് കൊടുക്കുക. ദെൻ ലാൻഡ് യൂസ് സോണിങ്, എങ്ങനെയൊക്കെയാണ് ആ ഒരു മേഖലയെ തിരിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ളതാണ് എന്ത്, ലാൻഡ് യൂസ് സോണിങ്. ദെൻ പ്രിപ്പയർ IEC എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് നോളജ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നടത്തുന്നു അതൊക്കെ എഡ്യൂക്കേഷനിൽ വരും. പിന്നെ ഡിസാസ്റ്ററിൻ്റെ മെക്കാനിസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടാത്ത പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇതിലാണ് എഡ്യൂക്കേഷൻ. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഓർ മോർ ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്മ്യൂണിക്കേഷൻ. ഇത് മൂന്നും പാടെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിപ്പയർനെസ് ത്രൂ IEC എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.